ഓണത്തിൻ്റെ പിറ്റേ ദിവസം ഞങ്ങൾ മറൈൻ വേൾഡിലേക്കൊരു ടൂർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ടൂർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നബിദിന റാലികൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് മിഠായും പായസവും വെള്ളവും അങ്ങനെ എല്ലാം അവിടെ എത്തണ വരെ അങ്ങനെ മാറി മാറി കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ മറൈൻ വേൾഡ് എത്തി. ചാവക്കാട് പഞ്ചവടി എന്ന് പറയുന്ന സ്ഥലത്താണ് മറൈൻ വേൾഡ് ഉള്ളത് കേട്ടോ. കുട്ടികളതിനൊക്കെ കൊണ്ടുവരാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ്. മീനുകളുടെ ഒരു ലോകം എന്ന് തന്നെ പറയാം. അങ്ങനെ അത്രയും നമ്മൾ ഇതുവരെ കാണാത്ത മീനുകൾ നല്ല രസമുണ്ടായിരുന്നു. ഉണ്ണികൾക്കൊക്കെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായിട്ടോ. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ അവർക്ക് മീൻ പാമ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം നമ്മൾ ചെന്ന് ആദ്യം ടിക്കറ്റ് എടുക്കാൻ പുറത്തുനിന്നല്ല ശരിക്കും ടിക്കറ്റ് എടുക്കണ്ട. അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ തന്നെ 2-3 റൈഡുകൾ വേറെ വേറെ ഉണ്ട്. അതിൽ സെപ്പറേറ്റ് ടിക്കറ്റാണ് ശരിക്കും. അപ്പം നമ്മളെല്ലാത്തിൻ്റെയും കൂടി ഒരു പാക്കേജ് ആയിട്ടാണ് എടുത്തത്. അങ്ങനെ ആദ്യം കയറിയ വഴിക്ക് ശരിക്കും ഒരു കാറ്, ശരിക്കും ഒരു കാറ് തന്നെ, അതിൻ്റെ ഉള്ളിൽ ഫിഷ് ടാങ്ക് ആയിട്ടാണ് അവർ മീൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അവരുടെ ഏറ്റവും നമുക്ക് രസമായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സെറ്റിങ് തന്നെയാണ് കേട്ടോ. മീനുകളെക്കാൾ കൂടുതൽ തന്നെ പറയാമല്ലോ. ഇപ്പോൾ കാറ് അതുപോലെ അതൊരു ഓട്ടോറിക്ഷയാണ് അതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഈ മീനുകൾക്ക് അനുയോജ്യമായ രീതിയിൽ തന്നെ ബാക്കിലെ എല്ലാ സംഭവം അതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. വെറും ഫിഷ് ടാങ്ക് എന്ന് മാത്രമല്ല, അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് കാണാനായിട്ട് ഒരുപാട് ശരിക്കും ഒരു കടലിൻ്റെ അടിത്തട്ടിൽ അങ്ങനെയുള്ള ഒരു ഫീലിങ്ങിൽ വരെ കൊടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ എന്ന് പറയാം. അത്ഭുത വിളക്ക് അതുപോലെ ഇതിപ്പോൾ നമുക്ക് അതിൻ്റെ ചില്ലിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് കാണാൻ പറ്റുന്ന ഒരു ഇതാണ്. മീൻ നമ്മളെക്കാൾ വലിപ്പമുള്ള മീനുകളാണ് അതിൻ്റെ ഉള്ളിൽ. അവിടെ നിന്ന് ഞങ്ങൾക്ക് ഒരു പാദസരം കളഞ്ഞു കിട്ടി. ഒരു കുഞ്ഞു കുട്ടിയുടെ ഒരു പാദസരം കളഞ്ഞു കിട്ടി കേട്ടോ. സ്വർണ്ണത്തിൻ്റെ ഒരു പാദസരം. അപ്പോൾ അവിടെ സെക്യൂരിറ്റി നിൽക്കണ്ടായിരുന്നു. അതിൻ്റെ കയ്യിൽ കൊടുത്തു. അവിടെ നിന്ന് പിന്നെ കുറച്ചൊക്കെ ഞങ്ങൾ പോയി അന്വേഷിച്ചു അവരെ കണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇതാ പോകുന്നു പറഞ്ഞു. കറക്റ്റ് ഞങ്ങൾ ചോദിച്ച സമയത്ത് ഒരു കുഞ്ഞു കുട്ടീനെയും കൊണ്ടൊരമ്മ അത് മേടിക്കാനായിട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെയുള്ള സ്ഥലത്തേക്കൊക്കെ പോകുമ്പോൾ പരമാവധി ഗോൾഡൊക്കെ യൂസ് ചെയ്ത് പോകുമ്പോൾ ശ്രദ്ധിക്കുക. എനിക്ക് ഉണ്ണിയോളനെയും കൊണ്ട് പുറത്തേക്ക് പോകുമ്പോൾ ഭയങ്കര പേടിയാണ്. സ്വർണ്ണം എന്തെങ്കിലും ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പകരം ഞാൻ വീട്ടിലിപ്പോൾ അത് ഊരി വയ്ക്കും. പേടിയാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും, മുതിർന്നവർക്ക്, അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും ഇഷ്ടമായി തന്നെ പറയാം. കാരണം ഈ മീനുകളൊക്കെ അവർ ആദ്യമായിട്ടാണ് ശരിക്കും കാണുന്നത്. തെരണ്ടി അതുപോലെ കണ്ട ഇതിൻ്റെ സൈഡിൽ തന്നെ കണ്ട ആ ഡ്രാക്കുളയുടെ ഒരു അച്ചുവിൻ്റെ തല പോലത്തെ ഒരു തലയൊക്കെ സെറ്റ് ചെയ്ത് വെറൈറ്റി തന്നെ പറയാം. അത്രയും നമ്മൾ ഇതുവരെ കാണാത്ത പലതരം മീനുകൾ കേട്ടോ. അത്രയും മീനുകളുണ്ട്. പിന്നെ കുറച്ച് മീനുകളല്ല, ഒരുപാട് മീനുകളാണ്. നടന്ന് കണ്ട് മതിയാവുക എന്ന് പറയണവർ അത്രയും കണ്ട. ഉണ്ണിമോളേക്കാൾ വലിയ മീനുകളാണ്. നമുക്ക് ഇതിൽ കാണുമ്പോൾ നമുക്ക് അത്ര വലിപ്പം തോന്നിക്കണില്ല കേട്ടോ. നല്ല വലുതാണ്. വീഡിയോയിൽ കാണുന്നതിനേക്കാൾ ഒരുപാട് വലിപ്പം ഉള്ള മീനുകളാണ് ശരിക്കും. വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് ചെറുതായിട്ടാണ് തോന്നണേ, പക്ഷെ നല്ല വലിപ്പമുണ്ട്. അതുപോലെ ഇത് മറ്റേ എന്താ പറയില്ല, ഇതിന് ചില്ലുകൊണ്ട് ഉണ്ടാക്കിയൊരു ഇത് പറയാം. നമ്മൾ കടലിന്റെ അടിയിൽ പോയിട്ടൊരു ഇതില് കാണുന്ന പോലെയാണ് മീനുകളും ഇതൊക്കെ നമ്മുടെ തലയുടെ മുകളിൽ 4 വശം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഒരാള് അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ഡൈവിങ്, സ്കൂബ ഡൈവിങ്ങോ എന്താ പറയല്ലോ ആ സംഭവം. അതായത് ഉണ്ണികളനൊക്കെ വന്ന് ടാറ്റ കൊടുക്കുന്നു. ഉണ്ണിമോൾക്ക് ഒരുപാട് ഇഷ്ടമായി. കാരണം എന്താ വെച്ചാൽ ആള് ഉണ്ണിമോളോട് ടാറ്റ കൊടുക്കുന്നു, ചില്ലുമ്പോ വന്ന് അവര് കൈ വെക്കും. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവൾക്ക് നല്ല കേട്ടോ, എല്ലാവർക്കും കുഞ്ഞുമാര് ഇറങ്ങിയപ്പോ പറയാ എന്താ മത്സ്യകന്യക വരാത്ത, മത്സ്യകന്യകയുടെ അടുത്ത് നീന്താൻ പറയും. മത്സ്യകന്യകയല്ല, മത്സ്യകന്യകരായിരുന്നു. അവള് പറയും മത്സ്യകന്യക എന്താ നീന്താത്ത, മത്സ്യകന്യകയുടെ അടുത്ത് നീന്താൻ പറയും. അതിൻ്റെ ഉള്ളിൽ ഇറങ്ങി ഒരു റൗണ്ട് നീന്താനൊക്കെ ഉണ്ണിമോൾക്ക് തോന്നിയിരുന്നു. പക്ഷെ വലിയ മീനുകളെ കണ്ട കാരണം അവള് അത് വേണ്ടാന്ന് വെച്ചു. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഭയങ്കര തിരക്കാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും അതിൻ്റെ ഉള്ളിൽ ശരിക്ക് പെട്ടെന്ന് അതിൽ കയറി കഴിഞ്ഞാൽ ആരും തിരിച്ചു പോയില്ല. കുറേ നേരം നമുക്ക് അതിൽ നിൽക്കാൻ തോന്നണൊരു അത്രയും രസമുള്ള ഒരു സ്ഥലമാണത്. അത് സാധാ ഫിഷ് ടാങ്കുകൾ അല്ലെങ്കിൽ മീനൊക്കെ ആയിട്ട് വരുന്ന സ്ഥലങ്ങൾ. ഞങ്ങളിത് കണ്ടോണ്ടിരിക്കുമ്പോ ഏട്ടന്റെ കൂടെ പോയി എന്തെങ്കിലുമൊക്കെ തള്ളു പ്രതീക്ഷിക്കായിരുന്നു. അമ്മയും കുഞ്ഞമ്മയൊക്കെ കൂടെ ഉണ്ട്. അപ്പൊ പറയാ അമ്മ ഇതിലാണ് ദശാവതാരം സിനിമയില് കണ്ടില്ലേ സുനാമി വന്നിട്ട് പറഞ്ഞു പോയത്, അതാണ് ഇത്, അത് ഇവർക്ക് കിട്ടിയതാണ്. അപ്പൊ അമ്മ അതേ മോനെ അതൊക്കെ കേട്ട് വിശ്വസിക്കാം. അമ്മയും കുഞ്ഞമ്മയും പിന്നാലെ. അമ്മയും കുഞ്ഞു മാത്രല്ല അച്ഛൻ പകുതി വരെയൊക്കെ വിശ്വസിച്ചിട്ട് പിന്നെ എനിക്ക് മനസ്സിലായി ഇത് തള്ളാത്. ഞാനതിന് പിന്മാറിപ്പോയി. ഇതതുപോലെ മീനാണ് കേട്ടോ ശരിക്കും. മീനെന്നല്ല, എന്താ പറയലോ, പ്യൂരിറ്റി എന്തൊക്കെ പറയും. അതായത് ജീവനുള്ള കടലിലെ ജീവികൾ. അതുപോലെ ഈ മീനുകൾ ഒരുപാടുണ്ട്. ഇതിൻ്റെ പേര് എനിക്കറിയില്ല. അതായത് ഒരുപാട് വലിപ്പമുള്ള മീനാണ്. പിന്നെ ഇതേപോലെ ഒരു വെറൈറ്റി മീനായിരുന്നു. ഇത് എന്തായാലും പറഞ്ഞല്ലോ, നിറയെ ചിറകുകളാണ്. അതിന്റെ മേല് മൊത്തം ചിറക് എന്ന് പറയാം. അത് ഒരെണ്ണല്ല, ഒരുപാടുണ്ടായിരുന്നു. സ്റ്റോൺ ഫിഷ് ആണ് ഇത് കാണുമ്പോൾ ശരിക്കും ഒരു കല്ല് കിടക്കണ പോലെയാണ്. പക്ഷെ അതിന് ഒരു കണ്ണും അതുപോലെ അതിന്റെ ചെകളാന്നല്ലേ പറയാം മീനുകൾക്ക്,
അതായത് ഓക്സിജൻ ശ്വാസം വിടണത് ആ സാധനം ഇളക്കണത് മാത്രം കാണുമ്പോഴാണ് നമുക്കതൊരു ജീവുള്ള ജീവിയാന്ന് മനസ്സിലാവുക, അല്ലെങ്കിൽ കല്ലായിട്ട് നമുക്ക് തോന്നുള്ളൂ. അതുപോലെ തന്നെ ചുരുങ്ങിയ ഒരു ചെലവിൽ അതെ നമുക്ക് അമ്മയും അച്ഛനും മക്കളൊക്കെ ആയിട്ട് ഇപ്പോൾ ഈ ഓണം കഴിഞ്ഞു, ഓണായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെക്കേഷൻ ടൈമിൽ നമുക്ക് അവിടെ പോയി പിള്ളേരെയും കൊണ്ട് ശരിക്കും അടിച്ച് ഒരു ദിവസം ഫുള്ള് നമുക്ക് അതിൻ്റെ ഉള്ളിൽ 3D പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും 3D കാര്യങ്ങളൊക്കെ ആയിട്ട്. അതുപോലെ പക്ഷികളുടെ കുറച്ച് പിന്നെ കുട്ടികൾക്ക് പറ്റിയ കുറച്ച് റൈഡുകളുണ്ട്. അതേപോലെ പക്ഷികളെ കാണാം, അതേപോലെ അവരെ കയ്യിൽ പിടിക്കുക, പാമ്പിനെ എടുത്ത് കഴുത്തിൽ ചുറ്റുക, അങ്ങനത്തെ കുറെ എന്റർടൈൻമെന്റ് വേറെ ഉണ്ട് കേട്ടോ. അതുപോലെ ഒരു ചെറിയ ട്രെയിൻ ഉണ്ട്, നമ്മളെ കൊണ്ടൊരു അതിന്റെ 4 വശം റൗണ്ട് അടിച്ചിട്ട് വരും. അതുപോലെ തന്നെ തൊട്ടടുത്ത് കടലാണ്, അപ്പോൾ കടലും കണ്ടിട്ട് വരാം. ഇത് ശരിക്കും പിള്ളേർക്ക് കൗതുകം തോന്നുന്ന രീതിക്കാണ് കേട്ടോ. പുറമെ വലിയൊരു തിമിംഗലത്തിനെ സെറ്റ് ചെയ്തൊക്കെ അവിടെ ഞങ്ങൾ നിന്ന് കുറെ ഫോട്ടോയൊക്കെ എടുത്തു. സുഭാഷ് അതിന്റെ വായെ പിടിച്ച് പൊന്തിക്കാനും അടയ്ക്കാനൊക്കെ നോക്കണ്ടായിരുന്നു. ഭയങ്കര ഇഷ്ടമായിരുന്നു. അതേപോലെ തന്നെ ഇത് മീനുകൾക്ക് തീറ്റ കൊടുക്കാട്ടോ. അയ്യോ അത് ഭയങ്കര എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷെ പേടിച്ചിട്ട് മീനുകളുടെ വായിലേക്ക് തീറ്റയൊന്നും പെട്ടിട്ടില്ല, മുഴുവൻ പുറത്തേക്കാ പോയത്. എത്ര കിട്ടിയാലും മതിയാവാത്ത മീനുകളെ തോന്നുന്നു. കാരണം അവിടെ നിൽക്കുന്ന ആളുകളൊക്കെ കൊടുത്താലും ഒരു ആക്രാന്തത്തിന് ഒരു കുറവില്ല, ചാടി കഴിക്കുന്നു. ചിഞ്ചു കറക്റ്റ് വെള്ളത്തേക്ക് ഇറക്കി കൈവച്ച അവറ്റകള് കറക്റ്റായി കയ്യിൽ നിന്ന് വന്ന് എടുത്തോട്ടെ. എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നല്ല പേടിയായിരുന്നു, അതുകൊണ്ട് കൊടുത്തില്ല. കുഞ്ഞാവി ഉണ്ണിമോളും സായി എല്ലാവരും മീനിന് തീറ്റ കൊടുക്കാൻ നിന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ മാത്രല്ല അവിടെ ഒരുപാട് ആളുകൾ നിന്ന് കൊടുത്തോണ്ടിരിക്കണെങ്കിലും എത്ര കൊടുത്താലും ഈ മീനുകളുടെ വിശപ്പ് മാറി പോണില്ല. കരയിലേക്ക് കയറി വരികയായിരുന്നു, വെള്ളത്തിൽ നിന്നൊക്കെ കരയിലേക്ക് കയറി വന്നിട്ടാ മീൻ എടുക്കണ്ടായിരുന്നേ. കൊടുക്കാൻ മടിയുള്ളവരുടെ കയ്യിൽ അവർ ഓടി വന്ന് ബോളിൽ കയറിയിട്ട് വാങ്ങിയിരുന്നു. നമ്മുടെ അമ്മ കൊടുത്തതിന് ശേഷം മീനുകളൊക്കെ ഒന്ന് തൊട്ട് തലോട്ടിട്ടൊക്കെയാണ് പോകുന്നത്. ഇത് ഞങ്ങള് ട്രെയിനിൽ വലിയൊരു യാത്ര പോയി. ഉണ്ണിമോളെ ഗോവയ്ക്കാ പോണെന്ന് പറഞ്ഞു, കാരണം അവള് ട്രെയിനിലായി കയറിയിരിക്കുന്നത് ഗോവയ്ക്ക് പോകാനാണ്. അപ്പോൾ അവള് ഗോവയ്ക്ക് പോകാനാണ് എല്ലാവരോടും പറഞ്ഞിട്ടിരുന്നിരുന്നത്. സംഭവം കുട്ടികളെ കൊണ്ട് വെറുതെ ഒരു റൗണ്ട് പുറത്തേക്കൂടെ ഒരു റൗണ്ട് അടിച്ച് വീണ്ടും അവിടെ തന്നെ കൊടുന്നിടും. പക്ഷെ അത് ഞങ്ങള് കേറി, പക്ഷെ അതിന്റെ ഡ്രൈവർ ഇല്ല പറഞ്ഞ് ഇറക്കിയത്. ആദ്യം കയറി ഇവര് സെറ്റ് ആയിരുന്നത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഡ്രൈവർ ഭക്ഷണം കഴിക്കാൻ പോയിരിക്കുകയാണ്, കുറച്ച് കഴിഞ്ഞ് അങ്ങനെ ആ ഒരു വട്ടം പോയി അതില് കുറെ നേരം ഇരുന്ന് നാണം കിട്ട ഇറങ്ങി വന്ന് വീണ്ടും രണ്ടാമത് അതിൽ കയറിയിട്ടേ ഞങ്ങൾ പോയതുള്ളൂ. ഞങ്ങൾ അതിൽ കയറിയിട്ടേ പോകുന്നുള്ളൂ. അതുപോലെ ഇത് പക്ഷികളെ കയ്യിലൊക്കെ വെച്ച് ഫോട്ടോ എടുക്കാനുള്ളത് 200 രൂപയാണ് ഒരു ഫോട്ടോയ്ക്ക് വരണേ. അമ്മ ആദ്യ ആഗ്രഹത്തിൽ നിന്നു, പക്ഷെ ഭയങ്കര പേടിയിലാണ് നിന്നിരുന്നത്. അതുപോലെ അച്ചുവിനെ നിർത്തിയിട്ട് നമ്മൾ ചെയ്തിരുന്നു, പക്ഷെ അവര് ഫോട്ടോ എടുക്കാൻ പാടില്ല, വീഡിയോ എടുക്കരുത് പറഞ്ഞു. കാരണം അവര് ഫോട്ടോ എടുത്ത് കൊടുക്കണ തന്നെ അവര് നമ്മളോട് എടുക്കാൻ പിന്നെ സമ്മതിച്ചില്ല. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസത്തെ ടൂർ അങ്ങോട്ട് അടിച്ചു പൊളിച്ചു പോന്നു കേട്ടോ.